നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കഞ്ചാവ് വേട്ടയിൽ ശരിക്കും ഞെട്ടിയത് റെയ്ഡിനെത്തിയ പോലീസുകാരാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം അത്തരത്തിൽ കഞ്ചാവ് വേട്ട തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഹോളി ആഘോഷിക്കാനായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നത് അറിഞ്ഞിട്ടാണ് പോലീസ് റെയ്ഡിനെത്തുന്നത്. പോലീസ് എത്തുമ്പോൾ ഏതാനും പാക്കറ്റ് കഞ്ചാവേ ഉണ്ടാകൂ എന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതീക്ഷയെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് കിലോ കണക്കിന് കഞ്ചാവ് ആ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. 2 കിലോ കഞ്ചാവാണ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത്. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ്. മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഹോളി ആഘോഷത്തിനായി വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. രാത്രി 9 മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ 4 മണിയോടെയാണ് അവസാനിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തി. കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് 1.9 കിലോ കഞ്ചാവും, ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം 3 ആൺകുട്ടികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പിടിയിലായ അഭിരാജ് SFI നേതാവാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയാണ് ഇയാളെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ആദിത്യനെയും അഭിരാജിനെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും മാത്രമാണ് ഇത്രയും വലിയ തോതിൽ കഞ്ചാവ് പിടികൂടിയത് എന്നതാണ് എല്ലാവരെയും നടുക്കുന്നത്. ഇന്നലെ രാത്രിയാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തുന്നത്. ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ നടത്തുകയാണ്. രാത്രി തുടങ്ങിയ പരിശോധന പുലർച്ചെ 4 മണി വരെ നീണ്ടു. അതായത് 7 മണിക്കൂർ നീണ്ട പരിശോധന. ഇത്രയേറെ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് ACP കൂടി മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു സ്ഥിതിവിശേഷവും ഇതിനെ തുടർന്നുണ്ടായി. കഞ്ചാവ് എത്തിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്നുകൂടി പോലീസ് വ്യക്തമാക്കി. ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്ന് തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നർക്കോട്ടിക് സെൽ ACP അബ്ദുൾ സലാം വിശദീകരിച്ചു. തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കമാണ് പോലീസ് കണ്ടെത്തിയത്. ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും സത്യത്തിൽ ഞെട്ടിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? പഠിക്കാനായി എത്തുന്ന വിദ്യാർത്ഥികളിലേക്ക് ആരാണ് ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ എത്തിക്കുന്നത്? നിരന്തരം വാർത്തകൾ വന്നിട്ടും ആരാണ് ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത്? ആരാണ് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത്? സ്കൂൾ പരിസരങ്ങളിലും കോളേജ് പരിസരങ്ങളിലുമൊക്കെ മയക്കുമരുന്ന് വിൽപ്പന സജീവമാണ് എന്നുള്ള വാർത്ത നിരന്തരം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുമ്പോഴും അതൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടമല്ലേ? ഈ ഭരണകൂടത്തിന്റെ കണ്ണിൽ എന്താ മത്ത കുത്തിയിരിക്കുകയാണോ? ഇത്രയേറെ ലഹരി പിടിച്ചിട്ടും അതിനെ ഒരു ഞെട്ടൽ പോലും ഇവരുടെ ഒന്നും മുഖത്ത് പോലുമില്ല. നോക്കൂ, പിടിച്ചതിൽ ഒരാൾ SFI നേതാവ് കൂടിയാണ്. ഈ കേസ് എവിടെ ചെന്നെത്തുമെന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയോ SFI CPM നേതാക്കളെ കഞ്ചാവും രാസലഹരിയുമായിട്ടൊക്കെ പിടികൂടുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം കമ എന്ന് മിണ്ടുന്നുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അദ്ദേഹത്തിന് ഇതൊന്നും കാണാനേ സമയമില്ല. അദ്ദേഹം ചില നീക്കുപോക്കുകൾ നടത്തുന്നതിൽ തിരക്കിലാണ്. അല്ലെങ്കിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൊടുക്കൽ വാങ്ങലുകളുടെ തിരക്ക് അല്ലെങ്കിൽ തന്നെയും അതിനു മുൻപ് പിടികൂടിയ CPM നേതാക്കളെ എന്ത് ചെയ്തു? പേരിന് വേണമെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയോ മറ്റോ ചെയ്തുവെങ്കിലും പൂർവാധികം ശക്തിയോടെ ഇവരൊക്കെ സജീവമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിക്ക് ഈ കഞ്ചാവ് കടത്തുന്ന, ലഹരി മരുന്ന് കടത്തുന്ന മാഫിയയ്ക്ക് കൈ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അത്രയേറെ അധപതിച്ചു പോയോ എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവ തലമുറ തന്നെയാണ്. പറയുമ്പോൾ ഇതെല്ലാം ചെഗുവേരയിസം എന്നുള്ള കാര്യത്തിൽ കൂടി പറയാമല്ലോ.
ചെഗുവേര ഇത് അറിഞ്ഞുവോ പോലും ഇല്ലയോ പോലും. എന്ത് കാര്യങ്ങളും ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ട് അത് ചെഗുവേരയിസം, അതല്ലാത്തതെല്ലാം പിണറായിസം. അങ്ങനെ വിദ്യാർത്ഥികളെയും യുവതലമുറ മുഴുവനെയും വഴിതെറ്റിക്കാൻ പോകുന്ന ഒരു വലിയ രീതിയിൽ തന്നെയുള്ള കഞ്ചാവ് ലഹരി മരുന്ന് മാഫിയ സജീവമാണ്. അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ നമ്മുടെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടി ചെന്ന് വീഴുന്നത് എവിടെയൊക്കെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പലതും വിളിച്ചു പറയും. അതിലെല്ലാം പെട്ടുപോയാലോ എന്ന ഭയം മുഖ്യമന്ത്രിക്കുമുണ്ടോ? എന്തായാലും ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് വൻ കഞ്ചാവ് തന്നെയാണ്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടി തന്നെയാണ് കഞ്ചാവ് സൂക്ഷിച്ചതും. വിദ്യാർത്ഥികളിൽ നിന്ന് 2 മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും കൂടി പിടിച്ചെടുത്തു. സംഭവത്തിൽ സാങ്കേതിക സർവകലാശാലയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനക്കാർ ക്യാമ്പസുകളെയും സുരക്ഷിത കേന്ദ്രമാക്കുന്നുവെന്ന നടുക്കുന്ന വിവരമാണ് ഇതോടെ പുറത്തു വന്നത്. പക്ഷേ ഈ നടുക്കുന്ന വിവരം എത്രയോ നാളുകൾക്ക് മുമ്പേ നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമ്മളല്ല ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്, അത് ഭരണകൂടം തന്നെയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഞ്ചാവ് കൊച്ചിയിലേക്കടക്കം ഒഴുകുന്നത്. കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങൾ ഒഡീഷയിലെ യുവാക്കളെ ഉപയോഗിച്ചാണ് നിലവിൽ ലഹരിക്കടത്ത് നടത്തുന്നത്. മുൻപ് ഇവിടെ നിന്ന് ഒഡീഷയിൽ പോയി കഞ്ചാവ് വാങ്ങി വരുന്നതായിരുന്നു രീതി. ലഹരി ഇടപാടുകൾക്കായി മാത്രം കേരളത്തിലെത്തുന്ന ഒഡീഷക്കാരായ യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ലഹരി വ്യാപനം തടയാൻ കൊച്ചി നഗരത്തിൽ കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘങ്ങളുടെ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് വൻ കഞ്ചാവ് വേട്ടയും ഉണ്ടായിരിക്കുന്നത്. നന്ദി.